ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, കാട നിറച്ചത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമ്മൾ ആദ്യം ചെയ്യുന്നത് കാട ഒന്ന് കായം പിടിപ്പിച്ച് വെക്കണം. ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. കുറച്ച് ചെറിയുള്ളി എടുക്കണം, അതിൻ്റെ പകുതി വെളുത്തുള്ളിയും വേണം. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അരമുറി നാരങ്ങയുമാണ്. അല്പം മല്ലിയില കൂടി വേണം. ഇതൊന്ന് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. കാട നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം കായമുള്ളിലേക്ക് കയറാനായി കത്തി കൊണ്ടൊന്ന് വരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കായം പിടിപ്പിച്ചതുപോലെ മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് നിറക്കാനായിട്ടുള്ള കൂട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള 3 വലിയുള്ളി വേണം, കുറച്ച് മല്ലിയില വേണം, അരമുറി ക്യാപ്സിക്കം കട്ട് ചെയ്തത് വേണം, പിന്നെ ഒരു തക്കാളി കൂടി വേണം. കുറച്ച് വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പാന് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു കഷ്ണം ബട്ടർ ഇടുക. ഇതിൽ വലിയുള്ളി നല്ലപോലെ വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് തക്കാളി ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടും. പിന്നെ ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ വീതം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടി കൂടിയാണ്. പിന്നെ ഞാനൊരു പാത്രത്തിൽ 5 കാടമുട്ട കൂടി പുഴുങ്ങാനായി വെച്ചിട്ടുണ്ട്. കാട കായം പിടിപ്പിച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി അതെടുത്തൊന്ന് ഫ്രൈ ചെയ്യണം. കട്ട് ചെയ്യുന്നൊന്നുമില്ല, ഫുള്ളായിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഫുള്ളായും ഫ്രൈ ആവണം. ഫ്രൈ ചെയ്തതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കൂട്ട് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുഴുങ്ങിയെടുത്ത ഒരു ഉരുളക്കിഴങ്ങാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഉടച്ചു കൊടുക്കണം. ഉപ്പ് പാകമാണോ എന്ന് ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യാനുള്ളത് ഈ കൂട്ടെടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാടയിലേക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കണം. അങ്ങനെ കാട നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ സിമ്പിൾ ആൻഡ് സ്പൈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ മുഴുവനായും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.